അതിൽ വിറകു നിറച്ച് തീ കത്തിച്ച് കൊലപ്പെടുത്തിയ, വംശീയമായി ഒരു പ്രദേശത്ത് നിന്നൊരു സമൂഹത്തെ തുടച്ചു നീക്കിയ ചരിത്രമാണ് സൂറത്തുൽ ബുറൂജ് നമുക്ക് മുമ്പിൽ പറഞ്ഞു വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തെ കോട്ട പോലെ സംവിധാനിച്ചതിനെയും പ്രതിഫല ദിവസത്തിന്റെ ആ ശ്രദ്ധേയമായ സവിശേഷമായ വിചാരണാ സംവിധാനങ്ങളെ ഓർമ്മപ്പെടുത്തിയും അന്ന് ഹാജരാക്കപ്പെടുന്ന മനുഷ്യരെയും അന്ത്യനാളിന്റെ ഭീകരതയെയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്. കിടങ്ങ് കുഴിച്ച് വിറക് നിറച്ച് തീ കത്തിച്ച് ആളുകളെ കൊലപ്പെടുത്തിയ കിടങ്ങിന്റെ ആളുകൾ നശിക്കട്ടെ. അവർ നശിച്ചു പോയിരിക്കുന്നു. അവർക്ക് എക്കാലവും അല്ലാഹുവിന്റെ ശാപമുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ ശാപവാക്ക് ചൊരിഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഈ ശ്രദ്ധേയമായ അധ്യായം ആരംഭിക്കുകയാണ്. എന്നിട്ട് അവരിങ്ങനെ ഒരു വിഭാഗം ആളുകളെ ഏകദൈവ വിശ്വാസാദർശത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതിന്റെ ഭാഗമായി ക്രൂരമായി നിഷ്ഠൂരമായി കൊലപ്പെടുത്തുക മാത്രമല്ല, കത്തിച്ച് ചാമ്പലാക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിന്റെ ഓരത്ത്, ആ കിടങ്ങിന്റെ ഓരത്ത് പ്രത്യേകമായ ഇരിപ്പിടങ്ങൾ, ഗ്യാലറികൾ സംവിധാനം ചെയ്തുകൊണ്ട് അവിടേക്ക് വന്ന് ദീർഘനേരം ഇരുന്ന് പച്ച മനുഷ്യർ വെന്ത് ചാമ്പലാകുന്നത്, വെണ്ണീറാകുന്നത് നിർദാക്ഷിണ്യം കണ്ട് അതിൽ ആർത്തുല്ലസിക്കുന്ന ആളുകളാണ് ഈ കിടങ്ങിന്റെ ആളുകൾ എന്ന് പ്രത്യേകമായി വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറയുന്നു. ഇതെന്തിന്റെ പേരിലാണ് എന്നും ഖുർആൻ പറയുകയാണ്. ഫമാ നഖമൂ മിൻഹും ഇല്ലാ അയ്യുമിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. സ്തുത്യർഹനും പ്രതാപവാനുമായ പടച്ചവനിൽ അചഞ്ചലമായി വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ, ഏകദൈവ വിശ്വാസാദർശത്തിന്റെ വക്താക്കളായി എന്ന ഒറ്റ കാരണത്താൽ ആ സമൂഹം ഇത്രമേൽ ആക്രമിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. പറഞ്ഞു വന്നിട്ട് വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് നിർത്തുന്നത് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ഈ ഹീനകൃത്യങ്ങൾക്കെല്ലാം, ഈ കിരാതമായ ക്രൂരകൃത്യങ്ങൾക്കെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാക്ഷിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സഹോദരങ്ങളെ, എക്കാലത്തും ജീവിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികൾക്ക് സമകാലികമായി വായിക്കാൻ കഴിയുന്ന ഒരു സന്ദേശമെന്ന നിലയ്ക്ക് വംശഹത്യയുടെ ഒരു ചരിത്രത്തെ വിശുദ്ധ ഖുർആനിലൂടെ, അതിലെ ഒരു പ്രസക്തമായ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്താണ് വംശഹത്യ? ജനോസൈഡ് എന്ന് സാധാരണ ഇംഗ്ലീഷിൽ നമ്മൾ പറയാറുണ്ട്. വംശഹത്യ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം ഏതെങ്കിലും ഒരു വിഭാഗത്തെ വംശീയമായി ഉന്മൂലനം ചെയ്യുന്നതിനുള്ള പ്രക്രിയയാണ് വംശഹത്യ എന്ന് പറയുന്നത്. ലോകത്ത് ജനോസൈഡ് വാച്ച് എന്ന് പറയുന്ന വംശഹത്യയെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ഗ്രൂപ്പുണ്ട്. അതിന്റെ സ്ഥാപകൻ ഗ്രിഗറി എച്ച് സ്റ്റാൻറ്റൺ എന്ന് പേരുള്ളയാളാണ്. അദ്ദേഹം പറയുന്നത് വംശഹത്യക്ക് 8 ഘട്ടങ്ങളുണ്ട് എന്നാണ്. വംശഹത്യക്ക് 8 ഘട്ടങ്ങളുണ്ട്. അതിൽ 8ാമത്തെ ഘട്ടം ചെയ്തു കൂട്ടിയ ക്രൂരതകളെ ഒന്നും തന്നെ സമ്മതിക്കാതിരിക്കുക എന്നതാണ്.
എട്ടാമതായി പറയുന്നത്, എത്ര ക്രൂരമായ ഹീനമായ കുറ്റകൃത്യങ്ങൾ ചെയ്താലും ആ കുറ്റകൃത്യങ്ങളൊന്നും കുറ്റങ്ങളല്ലാത്ത വിധം, അത് ചെയ്തയാളുകളാരും കുറ്റവാളികളാകാത്ത വിധം അവരുടെ മേൽ വെള്ളപൂശപ്പെടുന്ന, അവരെ പ്രതികളല്ലാതാക്കി തീർക്കുന്ന അവസ്ഥാവിശേഷമാണ് എട്ടാമത്തെ ഘട്ടമുള്ളത്. ഒരു പ്രത്യേക ജനവിഭാഗത്തെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പദ്ധതി പ്രകാരം പൂർണ്ണമായോ അല്ലാതെയോ അവരെ നശിപ്പിക്കപ്പെട്ടതിന് ശേഷം, അവരെ ആക്രമിച്ച് ഇല്ലാതാക്കിയതിനു ശേഷം ഏറ്റവും ഒടുവിൽ ഇവരാണ് കുറ്റവാളികൾ എന്ന് പറയുമ്പോഴേക്കും അവിടെ ആ കുറ്റവാളികൾക്ക് പൂർണ്ണമായും സമൂഹത്തിന്റെ പരിരക്ഷയും സമൂഹത്തിൽ അവർ കുറ്റവാളികളല്ലാതായി തീരുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷമാണ് വംശഹത്യയുടെ ഒടുവിലത്തെ സ്റ്റേജ് എന്ന് അതിനെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയ ഗ്രിഗറി എച്ച് സ്റ്റാൻറ്റൺ പറയുകയാണ്. അവ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട പദ്ധതി പ്രകാരം ഒരു പ്രത്യേക ജനവിഭാഗത്തെ അവരുടെ ഭാഷയുടെ, അവരുടെ നിറത്തിന്റെ, അവരുടെ ഗോത്രത്തിന്റെ, അവരുടെ വംശത്തിന്റെ, അവരുടെ വസ്ത്രത്തിന്റെ, അവരുടെ സംസ്കാരത്തിന്റെ ഒക്കെ ഭാഗമായി വേർതിരിച്ച് നിർത്തി ആക്രമിച്ചില്ലാതാക്കുക, അതാണ് വംശഹത്യ. ലോകത്ത് വിശ്വാസി സമൂഹം ഏതെല്ലാം നാടുകളിൽ ഏതൊക്കെ കാലഘട്ടത്തിൽ ആക്രമിക്കപ്പെട്ടുവോ, കൊല ചെയ്യപ്പെട്ടുവോ, അതിന്റെയൊക്കെ അടിസ്ഥാനം വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇല്ലാ അയ്യുമിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. അല്ലാഹുവിൽ വിശ്വസിച്ചു, വിശ്വാസികൾ എന്നതാണ് ഏകനായ അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്ന വിശ്വാസി സമൂഹം എന്നതാണ് അവർ ആക്രമിക്കപ്പെടാനും വംശീയമായി ഉന്മൂലനത്തിന് വിധേയമാകാനും കാരണം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വയ്ക്കുകയാണ്. സമകാലികമായി നമ്മൾ ഈ സൂറത്തിനെ വായിക്കുമ്പോൾ നമുക്കിന്ന് ഫലസ്തീനെ കുറിച്ച് പറയേണ്ടി വരും. ഇന്ത്യ രാജ്യത്തെ സാമൂഹിക സാഹചര്യങ്ങളെ അഡ്രസ് ചെയ്ത് സംസാരിക്കേണ്ടി വരും. ഈ ഗ്രിഗറി എച്ച് സ്റ്റാൻറ്റൺ അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഇന്ത്യയിൽ ഒരു വംശഹത്യാ സാധ്യത ഉണ്ട് എന്നാണ്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് നമുക്ക് കേൾക്കാൻ അത്ര പ്രിയമല്ലാത്ത അപ്രിയ സത്യമാണെങ്കിലും ഗ്രിഗറി സ്റ്റാൻറ്റൺ പറയുന്നത് ഇന്ത്യയിൽ ഒരു വംശഹത്യാ സാധ്യതയുണ്ട് എന്നാണ്. വംശഹത്യക്ക് മുൻകൂട്ടി പദ്ധതികൾ തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ അതിന് കുറെ ഘട്ടങ്ങളുണ്ട്. അതിലൊരു ഘട്ടം എന്നത് വംശഹത്യ നടപ്പിലാക്കാനുള്ള ഒരു ദേശീയ സംസ്കാരത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ്. ഒരു പ്രത്യേകമായ ഒരു ദേശീയ സംസ്കാരത്തെ വംശീയ ഉന്മൂലനത്തിന് സാധ്യമാകുന്ന വിധം രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ്. അത് എത്രത്തോളം നമ്മുടെ രാജ്യത്ത് സാധ്യമായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കൊക്കെ ബോധ്യമുള്ള കാര്യമാണ്. രണ്ടാമത്തേത്, വംശഹത്യക്ക് അനുയോജ്യമായ സമ്പൂർണമായ അധികാരമുള്ള ഒരു ഭരണകൂടവും ആ ഭരണകൂടത്തിന്റെ തണൽ എപ്പോഴും തങ്ങൾക്ക് ലഭിക്കുമെന്ന് കരുതുന്ന അവരുടേതായ അനുയായി വൃന്ദവും ഉണ്ടെങ്കിൽ വംശഹത്യക്ക് സാധ്യത വളരെ എളുപ്പമാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്. ഇങ്ങനെ ഘട്ടം ഘട്ടമായ ആസൂത്രണത്തിന്റെ മുൻകൂട്ടിയുള്ള പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങളെ, വിവിധ സാധ്യതകളെ, സാഹചര്യങ്ങളെ ഗ്രിഗറി സ്റ്റാൻറ്റൺ കൃത്യമായി അടിവരയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെ ഇന്ത്യ രാജ്യത്ത്, ലോകത്ത്, പ്രത്യേകിച്ച് ഫലസ്തീനിൽ നമ്മൾ കാണുന്നത് ഒരു വംശഹത്യയാണ്.
നിരന്തരമായ ഈ ഒരു വംശഹത്യ ക്രൂരതകളെ നമ്മൾ കാണുമ്പോ വിശുദ്ധ ഖുർആനിന്റെ ഈ സൂറത്തിനെ ചേർത്ത് വെച്ച് വായിക്കാൻ നമുക്കാകണം. നമ്മൾ ഇന്ന് ഫലസ്തീനിൽ കാണുന്നത് പട്ടിണിയിലൂടെ എങ്ങനെ ഒരു സമൂഹത്തെ കൊല്ലാമെന്നതാണ്. ആകാശത്തുകൂടി കരയിലൂടെ സാധ്യമായ നിലയിലുള്ള ഉന്മൂലന സിദ്ധാന്തം അത് കൃത്യമായി നടപ്പിലാക്കി ഏറ്റവും ഒടുവിൽ മനുഷ്യരെ ഒന്നാകെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഭക്ഷണം ചോദിച്ച് ഇസ്രയേലും അമേരിക്കയും ചേർന്നിട്ട് ഫലസ്തീനിലെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രത്യേക സംവിധാനം ഉണ്ടാക്കുന്നു. അവിടങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന കൊച്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ചെറുപ്പക്കാരെയും ഒക്കെ ആ വിശപ്പ് സഹിക്കാനാവാതെ നിൽക്കുന്ന അവരെ വെടിവെച്ച് കൊല്ലുന്നു. ഇങ്ങനെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഒരു സമൂഹത്തെ വിവിധ മാർഗങ്ങളിലൂടെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥാവിശേഷത്തെ നമ്മൾ ഫലസ്തീനിൽ കാണുകയാണ്. നമുക്ക് സങ്കടമാണ്, നമുക്ക് വേദനയാണ്, നമുക്ക് പ്രയാസമാണ്. പക്ഷേ സൂറത്തുൽ ബുറൂജ് പൗരാണിക സമൂഹത്തിൽ വിശ്വാസത്തിന്റെ പേരിൽ തീക്കുണ്ടാരമൊരുക്കി കൊന്നുതള്ളിയ ജനങ്ങളെ പ്രതിപാദിക്കുന്ന വംശഹത്യയെക്കുറിച്ച് ചിന്തിക്കാനും ആലോചിക്കാനും സമകാലികമായി പഠിക്കാനും വിലയിരുത്താനും അതിനനുസരിച്ച് പദ്ധതികളെ ആവിഷ്കരിക്കാനും സത്യവിശ്വാസികളോട് ആവശ്യപ്പെടുന്ന സൂറത്തുൽ ബുറൂജിനെ നമുക്കിങ്ങനെ ചേർത്തുവെച്ച് ഫലസ്തീനിലേക്ക് ചേർത്തുവെച്ച് ഇന്ത്യ രാജ്യത്തെ സാമൂഹിക സാഹചര്യത്തിലേക്ക് ചേർത്തുവെച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കണം. വിശുദ്ധ ഖുർആൻ എന്നത് പോരിശ കിട്ടാൻ വേണ്ടി മാത്രം ഓതേണ്ട ഒരു ഗ്രന്ഥമായി ഈ സമൂഹത്തിലെ ഈ സമുദായത്തിലെ വലിയൊരു വിഭാഗം ധരിച്ചു വെച്ചിരിക്കുകയാണ്. പുണ്യം നേടിത്തരാനുള്ള മാത്രം ഗ്രന്ഥമാണ് ഖുർആൻ അല്ല. അതിനപ്പുറത്ത് നമ്മൾ ബന്ധപ്പെടുന്ന, നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും കൃത്യമായി ഇമാമായി നിൽക്കാൻ, ഇമാമായി വെളിച്ചം വീശാൻ കെൽപ്പുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ, നിങ്ങൾക്കൊരു ഗ്രന്ഥത്തെ നാം ഇറക്കി തന്നിരിക്കുന്നു. ഫീഹി ദിക്റുക്കും, ഫീഹി ദിക്റുക്കും, അതിൽ നിങ്ങളുടെ സമകാലിക വർത്തമാനമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. നിങ്ങൾക്ക് ഇറക്കി തന്ന ഈ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ സമകാലിക സാഹചര്യം അതെത്ര സങ്കീർണമാണെങ്കിലും, എത്ര അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നതാണെങ്കിലും നിങ്ങൾക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന വെളിച്ചവും ഊർജവും ക്ഷമതയും ഇന്ധനവും ഈ വിശുദ്ധ ഖുർആനിൽ സമകാലികമായി ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു തരികയാണ്. അല്ലാഹു കാര്യങ്ങളെ മനസ്സിലാക്കി തരുമാറാകട്ടെ. ഒരു കാലഘട്ടത്തിലെ സമൂഹത്തെ മുഴുവനും മുച്ചൂടും നശിപ്പിക്കപ്പെട്ട് വംശീയമായി ഇല്ലാതാക്കപ്പെട്ട് അതിന്റെ ഒരു ചരിത്രം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് ആ സൂറത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വിശ്വാസികളായിരിക്കെ വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിക്കേണ്ടി വന്നതിന്റെ യാഥാർത്ഥ്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ദാലിക്കൽ ഫൗസുൽ കബീർ, ദാലിക്കൽ ഫൗസുൽ കബീർ, ഇതാണ് വമ്പിച്ച വിജയം, ഇതാണ് വലിയ വിജയം.